ഇന്ന് അനേകരും നേതാക്കളായിരിക്കുവാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ ചെയ്തികൾക്ക് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ലാത്ത ഒരു സ്ഥാനത്തായിരിക്കുവാൻ വേണ്ടിയാണ്. താഴെയുള്ളവർ ചോദ്യം ചോദിച്ചാൽ പേടിപ്പിച്ച് നിർത്താമല്ലോ. എന്നാൽ ക്രിസ്തീയ നേതൃത്വം ഈ പറഞ്ഞതുപോലെയല്ല. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവത്താൽ നിയമിക്കപ്പെട്ട ശുശ്രൂഷകരുടെ പ്രത്യേകതയാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ അധികാരം. ക്രിസ്തുവിൻ്റെ വചനങ്ങളും പ്രവർത്തികളും അധികാരത്തോടെയാകയാൽ ജനം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ അവനെ അനുസരിക്കുകയും ചെയ്തിരുന്നു. 1 തിമോത്തിയോസ് 1 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ് തൻ്റെ നിജപുത്രനായിരുന്ന തിമത്യോസിന് എഴുതിയ 1 ലേഖനം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നുവല്ലോ. മുഖവരിയിൽ നാം പ്രധാനമായും ചിന്തിച്ചത് ഇടയ ലേഖനങ്ങളുടെ മൊത്തത്തിലുള്ള സവിശേഷതകളെക്കുറിച്ചായിരുന്നു. ഇടയ ലേഖനങ്ങൾ അഥവാ പാസ്റ്ററൽ എപ്പിസിൽസ് എന്ന് ഞാൻ പറയുമ്പോൾ തിമത്യോസിൻ്റെ 1 ലേഖനവും 2 ലേഖനവും തീത്തോസിന് എഴുതിയ ലേഖനവുമാകുന്നു ഉദ്ദേശിക്കുന്നത് എന്ന് മറക്കരുത്. ഇവിടെ സഭയെക്കുറിച്ചാണ് കൂടുതലായി പരാമർശിക്കുന്നത്, പ്രാദേശിക സഭ. 1 അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ വിശ്വാസമാണ് പൗലോസ് കൈകാര്യം ചെയ്ത വിഷയം. 1 അധ്യായത്തിൽ പൗലോസ് ഊന്നി പറയുന്നത് ക്രിസ്തീയ സഭയുടെ വിശ്വാസ പ്രഖ്യാപനമല്ല, പിന്നെയോ പ്രാദേശിക സഭയിലെ ദുരുപദേഷ്ടാക്കന്മാർക്ക് എതിരെയുള്ള മുന്നറിയിപ്പാണ്. ഉപദേശത്തിൽ കേന്ദ്രമായിരിക്കുന്നത് ദൈവകൃപയുടെ സുവിശേഷമാകുന്നു എന്നവൻ എടുത്തു പറയുന്നു. അത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആളത്വവും അതിലുൾപ്പെടും. 1 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ മുഖവുരയാണ്. പൗലോസിൻ്റെ മറ്റേതൊരു ലേഖനത്തിൽ നിന്നും വ്യത്യസ്തമാണ് തിമത്യോസിന് എഴുതിയ ലേഖനത്തിലെ മുഖവുര. ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലല്ലോ, പൗലോസിൻ്റെ മറ്റേതൊരു ലേഖനത്തിൻ്റെയും മുഖവുര പോലെ മാത്രമേ ഉള്ളൂ എന്ന് താങ്കൾ പറഞ്ഞേക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ഇടയ ലേഖനങ്ങളുടെ മുഖവുരകൾ അല്പം വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഇതിനോട് സമമായ അഭിവാദ്യം പൗലോസിൻ്റെ യാതൊരു ലേഖനങ്ങളിലും കണ്ടെന്നു വരില്ല. ഞാൻ 1 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിൻ്റെയും കൽപ്പനപ്രകാരം ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്യോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് എന്നാണ് നാം വായിച്ചത്. പൗലോസ് തൻ്റെ അപ്പോസ്തോലൻ എന്ന പദവി തിമത്യോസിനോട് ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ ഇതിനു മുമ്പും അങ്ങനെ തന്നെ ചെയ്യുകയുണ്ടായി. എഫേസ്യ ലേഖനത്തിൽ അവൻ പറയുന്നത് ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് എന്നത്രേ. അപ്പം ഈ ദൈവേഷ്ടവും ദൈവകൽപ്പനയും തമ്മിൽ എന്താണ് വ്യത്യാസം? ദൈവേഷ്ടവും ദൈവകൽപ്പനയും ഒന്നു തന്നെയാണ്. എന്നാൽ തന്നെ കൃത്യമായി അത് പര്യായമല്ല താനും. ബൈബിളിൽ കാണുന്ന എല്ലാ കൽപ്പനകളും ദൈവഹിതം വെളിപ്പെടുത്തുന്നതാണ്. 10 കൽപ്പനകളെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിനേക്കാളൊക്കെ കൂടുതലാകുന്നു കൽപ്പനകൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന്, നാം പ്രാർത്ഥിക്കുന്നത് ദൈവഹിതമാകുന്നു എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം എന്ന് നാം വായിക്കുന്നു. ദൈവഹിതമായ അനേകം കാര്യങ്ങളുണ്ട്, അവ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ തിരുവചനത്തിലെ കൽപ്പനകളിൽ മൊത്തം ദൈവഹിതമെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.
അങ്ങനെ ദൈവഹിതമെന്നുള്ളത് ദൈവകൽപ്പന എന്നതിനേക്കാൾ വളരെ വിശാലമായ ഒരു പ്രയോഗമാകുന്നു. എന്നിരുന്നാൽ തന്നെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതിനാൽ അല്ല മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ആവശ്യമായ ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് ന്യായപ്രമാണം ആവശ്യമാകുന്നു എന്ന് വാദിക്കുന്ന സമൂഹത്തെ നേരിടുവാൻ ഇത് വളരെ ആവശ്യമാണ്. ഈ ചിന്ത ഈ അധ്യായത്തിൻ്റെ തന്നെ 10-ാം വാക്യത്തിൽ, അതായത് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. എങ്ങനെയാണ് നാം ന്യായപ്രമാണത്തെ ഉപയോഗിക്കേണ്ടത്? ഒന്നാമതായി, ന്യായപ്രമാണം നല്ലതാകുന്നു എന്ന് നാം കാണണം. റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ന്യായപ്രമാണം നല്ലതാകുന്നു എന്നും മനുഷ്യരിൽ നിന്നും തികഞ്ഞ നന്മ ആവശ്യപ്പെടുന്നു എന്നുമുള്ളതാണ് പാപിയായ മനുഷ്യന് അത് അനുസരിക്കുവാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ രഹസ്യം. മനസ്സിലായോ? പൗലോസ് പറയുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. റോമാലേഖനം 7-ാം അധ്യായം 18-ാം വാക്യം. ദൈവഹിതം വെളിപ്പെടുത്തുവാനും പൂർണ്ണമായി ന്യായപ്രമാണം അനുസരിക്കുന്നതല്ലാതെ ഒരു പാപിക്ക് രക്ഷപ്പെടുവാൻ വേറൊരു മാർഗം ആവശ്യമാണെന്ന് കാണിക്കാനും ആകുന്നു ന്യായപ്രമാണം അഥവാ ദൈവകൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ന്യായപ്രമാണത്തെ ന്യായമായി ഉപയോഗിക്കുന്ന വിധം ഇതാകുന്നു എന്ന് നാം ഓർക്കണം. താൻ നീതിമാനായിരിക്കുവാനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനായിരിക്കുവാനുമുള്ള ഒരു മാർഗം ദൈവം കണ്ടു എന്നതാണ് സുവിശേഷത്തിൻ്റെ മഹത്വം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 38-ഉം 39-ഉം വാക്യങ്ങളിൽ പൗലോസ് പ്രസംഗിച്ചത്, സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. മോശയുടെ ന്യായപ്രമാണത്താൽ അവർ നീതീകരിക്കപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം അത് മരണത്തിൻ്റെ ഒരു ശുശ്രൂഷയായിരുന്നു. ന്യായപ്രമാണം അവരെ ശിക്ഷ വിധിച്ചു. നമ്മെ രക്ഷിക്കുവാനല്ല ന്യായപ്രമാണം നൽകിയത്, പിന്നെയോ ദൈവം വിശുദ്ധനാകുന്നു എന്നും താങ്കളും ഞാനും അശുദ്ധരാകുന്നു എന്നും വെളിപ്പെടുത്തുവാനാണ് ന്യായപ്രമാണം നൽകിയത്. നമ്മെ രക്ഷിപ്പാൻ ദൈവം കണ്ടെത്തിയ മാർഗം ക്രൂശിൻ്റെ മാർഗമാകും, കർത്താവായ യേശുവിൻ്റെ മാർഗം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിങ്കിലേക്കുള്ള വഴി ന്യായപ്രമാണമല്ല, ക്രിസ്തുവാകുന്നു. ദൈവേഷ്ടത്താലാകുന്നു താനൊരു അപ്പോസ്തലനായിരിക്കുന്നതെന്ന് പൗലോസ് എഫേസ്യർക്ക് എഴുതിയപ്പോൾ അത് വാസ്തവമായിട്ട് അവൻ പറഞ്ഞതാകുന്നു. ദൈവേഷ്ടത്താലാകുന്നു താനൊരു അപ്പോസ്തലനായിരിക്കുന്നതെന്ന്. എന്നാൽ ഈ യുവ പ്രസംഗകന്, അതായത് തിമോഥെയോസിന് പൗലോസ് എഴുതിയപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ ദൈവകൽപ്പനപ്രകാരമാകുന്നു അപ്പോസ്തലനായിരിക്കുന്നത് എന്നത്രേ. ദൈവം എന്നെ ഒരു അപ്പോസ്തലനാക്കി. ഞാൻ ഇന്ന് ദൈവഹിതത്തിലായിരിക്കുന്നതിനാലല്ല ഞാനൊരു അപ്പോസ്തലനായിരിക്കുന്നത്, ഞാനൊരു അപ്പോസ്തലനായിരിക്കുവാൻ ദൈവം കൽപ്പിച്ച ഒരു സമയമുണ്ടായി. അതാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്. ഒരു അപ്പോസ്തലനാകുന്നതിന് പൗലോസ് മടി കാണിച്ചിരുന്നിരിക്കും. മോശ നിരത്തിയതുപോലെ പൗലോസും ഉപാധികൾ നിരത്തിക്കാണുമെന്നത് തീർച്ചയാണ്. മറ്റ് 11 അപ്പോസ്തലന്മാർ ആയിരുന്നതുപോലെ കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ പൗലോസിന് ശാരീരികമായി കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്കറിയാം. കർത്താവിനെ ജഡത്തിലായിരുന്നപ്പോൾ അറിയുവാൻ പൗലോസിന് കഴിഞ്ഞില്ലല്ലോ. അവൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമാണ് അറിഞ്ഞത്. ഒരു അപ്പോസ്തലനായിരിക്കുവാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് പൗലോസ് പറയുകയുണ്ടായി, സത്യസന്ധമായി പറയുകയുണ്ടായി. എന്നാൽ കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നത്ര. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ പള്ളികളിൽ, അതായത് സിനഗോഗുകളിലേക്ക് കയറി ചെല്ലുവാനും അഥേനയിലെ ആ വ്യത്യസ്ത ജനസമൂഹത്തിന് മുമ്പിൽ നിൽക്കുവാനും പാപത്തിൽ അങ്ങനെ കഴിഞ്ഞിരുന്ന കൊരിന്ത്യരോട് ഇടപെടുവാനും ധൈര്യത്തോടെ ഇവരോടൊക്കെ സുവിശേഷം അറിയിക്കുവാനും പൗലോസിന് കഴിഞ്ഞത്. ആജ്ഞപ്രകാരമാണ് അവനൊരു പടയാളിയായത്. കൽപ്പനയാൽ അവൻ അപ്പോസ്തലനുമായി. നിയോഗത്താലല്ല, പിന്നെ കൽപ്പനയാൽ. ആരെങ്കിലും പൗലോസിൻ്റെ മേൽ കൈവച്ച് അവനെ അപ്പോസ്തലനാക്കിയതല്ല, പിന്നെയോ യേശു വ്യക്തിപരമായി അവൻ അധികാരം നൽകിയതാണ്.
പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞത് മനുഷ്യരാലല്ല, മനുഷ്യരിൽ നിന്നുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാലാകുന്നു ഞാൻ അപ്പസ്തോലനായത് എന്നത്രേ. യിരെമ്യാവിന് ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള അധികാരമുണ്ടായിരുന്നു. അവൻ പുറകോട്ട് മാറുന്ന സ്വഭാവമുള്ളവനായിരുന്നു, തകർന്ന ഹൃദയമുള്ളവൻ. എന്നിട്ടും അവൻ മുമ്പോട്ടിറങ്ങി പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ശക്തമായ ചില പ്രസ്താവനകളാണ്. അങ്ങനെ ചെയ്യുവാൻ അവന് കഴിഞ്ഞത് അവൻ ആജ്ഞയുടെ കീഴിലായിരുന്നു. ദൈവം കൽപ്പിച്ചതാണ്, ദൈവത്തിൽ നിന്നുള്ള ആജ്ഞകൾ. ദൈവത്തിനായി സംസാരിക്കുവാൻ പോകുന്ന ഏതൊരാളും അധികാരത്തോടെ വേണം അത് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ മിണ്ടാതിരിക്കണം. പ്രസംഗപീഠത്തിൽ കയറി നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നവർ അത് അധികാരത്തോടെ പറയുന്നു എന്ന് വാദിക്കരുത്. ആത്മീയ അധികാരം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവിക അധികാരത്തോടുകൂടി സംസാരിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ്. ഈ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ രക്ഷിതാവായ ദൈവം എന്നുള്ളതാണ്. ദൈവം നമ്മുടെ രക്ഷിതാവാണോ? തീർച്ചയായും അവിടുന്ന് നമ്മുടെ രക്ഷിതാവാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവമാകുന്നു യാഗം ഒരുക്കിയത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് അത് പ്രാവർത്തികമാക്കി. പിന്നെ വായിക്കുന്നു നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു യേശുവിൻ്റെ എന്ന്. ക്രിസ്തു നമ്മുടെ പ്രത്യാശയാകുന്നു എന്ന് പറയുന്നത് താങ്കൾക്ക് ഒരുപക്ഷെ ആശ്ചര്യമായി തോന്നാം. അങ്ങനെ തിരുവചനത്തിൽ വളരെയേറെ നാം കാണുന്നില്ല. വാസ്തവത്തിൽ അങ്ങനെ കാണുന്ന മറ്റ് ഒരേ ഒരു ഭാഗം കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യമാകുന്നു. അവിടെ നാം വായിക്കുന്നത് അവരോട് ജാതികളുടെ ഇടയിലെ ഈ മർമ്മത്തിൻ്റെ മഹിമാതരം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. നമ്മെ രക്ഷിപ്പാനായി കർത്താവായ യേശു മരിച്ചു. നാം രക്ഷിക്കപ്പെട്ടവരായി തുടരേണ്ടതിനായി അവിടുന്ന് ജീവിക്കുന്നു. നമ്മെ തന്നോടൊപ്പം ചേർത്ത് കൊള്ളുവാൻ അവിടുന്ന് ഒരു ദിവസം വരുന്നതാണ്. അങ്ങനെ നമ്മുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടും. നാം പുറകോട്ട് നോക്കുമ്പോൾ അവൻ നമ്മുടെ രക്ഷയാണ്. നാം ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ അവിടുന്ന് സ്നേഹമാണ്. നാം മുമ്പോട്ട് നോക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ പ്രത്യാശയാണ്. വാസ്തവത്തിൽ നമ്മുടെ ജീവകാലം മുഴുവനും നമ്മെ നിർത്തുന്നത് പ്രത്യാശയാണ്. ആ പ്രത്യാശ കർത്താവായ യേശുക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. തിമത്യോസ്, ഈ പേര് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നും ഉണ്ടായതാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് പ്രിയമായത് എന്നത്രേ. തിമത്യോസ് ദൈവത്തിന് പ്രിയനായവനായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് പ്രിയനായവനായിരുന്നു തിമത്യോസ്. ദൈവത്തിനും പ്രിയനായവനായിരുന്നു തിമത്യോസ്. പ്രാദേശിക സഭകൾക്കും പ്രിയനായവനായിരുന്നു ഈ പറഞ്ഞ തിമത്യോസ്. അതെ, പ്രിയനായവൻ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രിയനായവനാകുന്നു ഈ തിമത്യോസ്. എത്ര നല്ല പേരില്ലേ? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലും എഫേസ്യ ഫിലിപ്പിയ ലേഖനങ്ങളിലും നാം തിമത്യോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവൻ്റെ പിതാവ് ഒരു യവനനായിരുന്നു, ഒരു ഗ്രീക്കുകാരൻ. തിമത്യോസിന് മുമ്പ് അവൻ്റെ വലിയമ്മ ലോവീസും അവൻ്റെ അമ്മ യുനീക്കയും വിശ്വാസത്തിലേക്ക് വന്നു, ക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് വന്നു. പൗലോസിന് കല്ലേറ് കിട്ടിയ ലുസ്രയിലായിരുന്നു തിമത്യോസ് ജീവിച്ചിരുന്നത്. അവിടെ വെച്ച് പൗലോസിനുണ്ടായ പീഡനം ഭയങ്കരമായിരുന്നു എന്ന് നാം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവൻ മരിച്ചു, അതായത് പൗലോസ് മരിച്ചു എന്ന് കരുതി ആ നാട്ടുകാർ അവനെ അവിടെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ഈ സംഭവം തിമത്യോസിൽ വലിയ മാറ്റം ഉണ്ടാക്കി കാണും. അതായിരിക്കും അവൻ്റെ മാനസാന്തരത്തിലേക്ക് അവനെ നയിച്ച സംഭവം. ഒരു യുവാവായിരുന്നതിനാൽ അവൻ സംശയാലുവായിരുന്നിരിക്കുവാനിടയുണ്ട്. എന്നാൽ ഈ സംഭവം അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു കാണും. അവൻ്റെ മാനസാന്തരത്തിന് ശേഷം അവൻ പൗലോസിൻ്റെ ഉത്തമ ശിഷ്യനായി, നല്ല മതിപ്പുള്ളവനായിരുന്നു തിമത്യോസ്. എല്ലാവർക്കും സമ്മതൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അവൻ ലുസ്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരിൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരേണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവൻ്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാരെല്ലാം അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു.
അങ്ങനെ തിമത്തിയോസ് പൗലോസിനോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ പൗലോസിന് ഏറ്റവും അധികം വിശ്വാസമുള്ള ഒരു വ്യക്തിയായി തിമത്തിയോസ് തീർന്നു. സഭകളിൽ ഉണ്ടായിരുന്ന അനേകരും പൗലോസിനെ വഞ്ചിച്ച് തെറ്റിയ സഹോദരന്മാരായിരുന്ന സമയത്താണ് ഇതെന്നോർക്കണം. തൻ്റെ സഭയിൽ അനുഗ്രഹീതരായ ആളുകൾ ഉള്ളത് ഏതൊരു സഭാ ശുശ്രൂഷൻ്റെയും സന്തോഷമാണ്. കർത്താവ് തനിക്ക് തന്ന ശുശ്രൂഷയിൽ അനേക രക്ഷയിലേക്ക് വരുവാനായി ദൈവം സഹായിച്ചു. എത്ര വലിയ പ്രോത്സാഹനമാണ് ഈ പ്രിയപ്പെട്ടവർ എനിക്ക് നൽകുന്നതെന്നറിയാമോ? വാസ്തവത്തിൽ അവരെ കൊണ്ടാണ് ഈ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നത് തന്നെ. വിശ്വസിക്കുവാൻ കൊള്ളരുതാത്ത അനേകരും പൗലോസിനുണ്ടായിരുന്നു. എന്നാൽ തിമത്തിയോസ് പൗലോസിന് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഉത്തമ സുഹൃത്തായിരുന്നു. അവൻ്റെ ആത്മീയ പുത്രനായിരുന്നു. ഫിലിപ്പി ലേഖനത്തിൽ തന്നെ പൗലോസ് എഴുതിയത് ഇപ്രകാരമാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്കും മനം തണുക്കേണ്ടതിന് തിമത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. തിമത്തിയോസിനെക്കുറിച്ച് പൗലോസിനുണ്ടായിരുന്ന മതിപ്പ് എത്ര വലുതായിരുന്നില്ലേ! എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്തിയോസിന് എന്ന് പറയുന്നു. പൗലോസ് തിമത്തിയോസിനെ കർത്താവിലേക്ക് നയിച്ചു എന്ന് നമുക്കറിയാം. അവർ വളരെ അടുത്ത ബന്ധമുള്ളവരും ആയിരുന്നു എന്ന് നാം കാണുന്നു. പിന്നെ നാം വായിക്കുന്ന വേറൊരു പ്രയോഗം: പിതാവായ ദൈവത്തിങ്കൽ നിന്നും, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളുടെ മുഖവുര പോലെ തന്നെയാണ് ഇതെന്നൊറ്റ നോട്ടത്തിൽ തോന്നാം. അതെ, കൃപയും സമാധാനവും പൗലോസ് ഇതിനു മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇതാ നമുക്ക് മറ്റൊരു വാക്കുണ്ട്. അത് കനിവ്, കരുണ. കനിവ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. ഇത് കൃപയോട് സാമ്യമുള്ള വാക്കാകുന്നു. പഴയ നിയമ യാഗങ്ങളാണ് വിശുദ്ധവും നീതിയും ന്യായവുമായ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കരുണാസനമാക്കിയത്. താങ്കളും ഞാനും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യം നീതിയല്ല. നീതിയായി അവൻ ന്യായം വിധിക്കുന്ന പക്ഷം നമ്മെ ശിക്ഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നാം എത്തിച്ചേരും എന്നതിൽ സംശയമില്ല. നാം ശിക്ഷിക്കപ്പെടും, ന്യായം വിധിക്കപ്പെടും. നമുക്ക് ദൈവത്തിങ്കൽ നിന്നും ആവശ്യമുള്ളത് കരുണയാകുന്നു. കരുണ. തൻ്റെ എല്ലാ സൃഷ്ടികൾക്കും ദൈവം കരുണ നൽകി തന്നിരിക്കുന്നു. താങ്കൾക്ക് ആവശ്യമുള്ള അത്രയും കരുണ അവൻ്റെ കൈവശമുണ്ട്. എന്നിട്ടും അവിടുത്തെ കരുണ നമുക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നു. കരുണ ബാങ്കിൽ കിടക്കുന്ന പണം പോലെയാകുന്നു. താങ്കൾ ഒരു ചെക്ക് എഴുതുന്നില്ല എങ്കിൽ ആ പണം താങ്കൾക്ക് ഒരു പ്രയോജനവും ചെയ്യുകയില്ല, ബാങ്കിൽ കിടക്കുക. താങ്കൾ എഴുതേണ്ട ചെക്ക് വിശ്വാസത്തിൻ്റെ ചെക്കാണ്. ഇന്ന് പിന്നെ ചെക്ക് എഴുതി അധികമാരും പണം എടുക്കാറില്ലല്ലോ. എന്നിരുന്നാലും ആ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവം കരുണാസമ്പന്നനാണ്. എന്നാൽ അവിടുന്ന് താങ്കളെ രക്ഷിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ കൃപയാൽ താങ്കളെ രക്ഷിക്കുന്നു. ദൈവം താങ്കളോട് കനിവുള്ള ദൈവമാണ്. ലോകത്തിലുള്ള സകലമാന പാപികളോടും ദൈവം കരുണയുള്ളവനാണ്, കനിവുള്ളവനാണ്. അവനെക്കുറിച്ച് ദൂഷണം പറയുന്നവരോടും അവനെ തള്ളിക്കളയുന്നവരോടും അവന് പുറംതിരിയുന്നവരോടുമെല്ലാം അവിടുന്ന് കരുണയുള്ളവനാണ്. അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ അയക്കുന്നു. തൻ്റെ സ്വന്തമായവരോട് പോലും ഈ കാര്യത്തിൽ അവൻ പക്ഷാഭേദം കാണിക്കില്ല. പാപികൾ ഇന്ന് ധനികരാകുകയും അഭിവൃദ്ധിപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അവർ ദൈവത്തിൻ്റെ സ്വന്തമായവരെക്കാൾ അഭിവൃദ്ധിപ്പെടുന്നു എന്ന് തോന്നിയെന്ന് വന്നേക്കാം. അവിടുന്ന് പാപികളോട് കരുണയുള്ള ദൈവമാണ്. എന്നാൽ താങ്കൾ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ താങ്കൾ വിശ്വാസത്താൽ വരേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു ചെക്ക് എഴുതണം. അപ്പോൾ ദൈവം താങ്കളെ കൃപയാൽ രക്ഷിക്കും. ഈ 3 ചെറിയ വാക്കുകൾ, സ്നേഹം, കരുണ, കനിവ് എന്നുള്ളത് ഒരു ചെറിയ തൃത്വമാകുന്നു, ഒരു ട്രിനിറ്റി. കനിവോ കൃപയോ പ്രാവർത്തികമാക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൽ ഉണ്ടായിരുന്നതാണ് സ്നേഹം. ദൈവം സ്നേഹം തന്നെ. അത് അവൻ്റെ പ്രകൃതമാകും, അവൻ്റെ സ്വഭാവമാകും, അവൻ്റെ പ്രത്യേകതയാകും. പാപിയായ മനുഷ്യൻ്റെ ആവശ്യത്തിനായി നൽകിയ ദൈവത്തിലുള്ള സ്വഭാവമാണ് കരുണ. വിശുദ്ധിയുടെ എല്ലാ അവകാശപ്പെടലും നൽകി തൃപ്തിപ്പെടുത്തിയതിനാൽ രക്ഷിക്കുവാനായി യാതൊരു തടസ്സവും ദൈവത്തിന് ഇല്ലാത്ത
ഒരു പ്രവർത്തനം, ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തെയാണ് കൃപ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ദൈവം കനിവുള്ളവനായതിനാൽ നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. അവിടുത്തെ കരുണയാൽ അവൻ നമ്മെ രക്ഷിക്കും, സംരക്ഷിക്കും. അതിനായി താങ്കൾ ഒന്നും കൊണ്ടുവരേണ്ടതില്ല, ഒന്നും കൊണ്ടുവരുവാൻ നമ്മെക്കൊണ്ട് കഴിയുകയുമില്ല. അതൊക്കെ കറ പുരണ്ട തുണി പോലെ മാത്രമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്ത് രക്ഷ നേടുവാൻ ശ്രമിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാതെ തൻ്റെ സ്വന്തം നല്ല പ്രവൃത്തികളാൽ രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നവളാണ്. ദൈവമേ, നിന്നെ എനിക്ക് വേണ്ട, ഞാൻ ചെയ്യുന്ന ഈ പണി കണ്ടില്ലേ, ഈ നല്ല പ്രവൃത്തി കണ്ടില്ലേ, ത്യാഗം ചെയ്യുന്നത് കണ്ടില്ലേ, വാരിക്കോരി കൊടുക്കുന്നത് കണ്ടില്ലേ, ഇതുകൊണ്ട് ഞാൻ കാര്യം നേടിക്കൊള്ളാം എന്നുള്ള ചിന്ത അടിസ്ഥാനപരമായി ദൈവത്തിൽ നിന്നും തെറ്റി അകന്നുപോയ മനുഷ്യന് തൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ സാധിക്കും എന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? അത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ മറ്റെവിടെയും കാണാത്ത വിധത്തിലുള്ള പ്രയോഗം ഇവിടെ ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. തൻ്റെ പരസ്യ പ്രസംഗങ്ങളിലോ തൻ്റെ എഴുത്തുകളിലോ ഉപയോഗിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഏറ്റവും അടുത്ത് ഈ യുവ പ്രസംഗകരോട്, തിമോത്തിയോസിനോടും തീത്തോസിനോടും അവൻ സംസാരിച്ചു എന്നുള്ളത് വ്യക്തമാണ്. വ്യക്തിപരമായി അടുത്ത ഒരു ഇടപെടൽ പൗലോസിനോട് ചേർന്ന് നടക്കുകയും ഈ വലിയ അപ്പോസ്തലൻ തൻ്റെ ഹൃദയവും മനസ്സും തുറക്കുകയും ചെയ്ത ആ തീമോത്തിയോസ് ആയിരിക്കുവാൻ താങ്കൾക്ക് ആഗ്രഹമില്ലേ? ഏറ്റവും വലിയൊരു പദവിയാണത്. നമ്മെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ. അതെ, പൗലോസ് പഠിപ്പിച്ചതുപോലെ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. ആഗ്രഹമുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതാണല്ലോ നമ്മുടെ ദൈവം. അവൻ്റെ അടുത്തേക്ക് വരാം. അവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കൾ മാതാപിതാക്കൾക്ക് അഭിമാനമായിരിക്കുന്നത് പോലെ തങ്ങൾ സുവിശേഷത്താൽ വീണ്ടും ജനനാനുഭവത്തിലേക്ക് നയിച്ച വ്യക്തികൾ ഏതൊരു ദൈവവേലക്കാരനും സന്തോഷം നൽകുന്ന വസ്തുതയാകുന്നു. ആത്മീയ മക്കൾക്ക് വേണ്ടി കരയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകർ ദൈവരാജ്യത്തിന് വലിയ അനുഗ്രഹമാണ്.